ഒന്ന് സ്റ്റുഡിയോയിൽ പോയിട്ട് വന്നാലോ. അപ്പോൾ പാപ്പനംകോടുള്ള സ്റ്റുഡിയോയിലാണ് പോയിട്ടുള്ളത്. പാപ്പനംകോടല്ല, കരയ്ക്കുമുണ്ടോ ആ റേഞ്ചിലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടക്കം മുതലേ നോക്കി പോകുന്നുണ്ട്. ഒരു ബ്രാ വാങ്ങിക്കാൻ പോയതായിരുന്നു ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് ഈ ടോപ്സൊക്കെ കണ്ടു. ടോപ്സ്, പാൻസ് അങ്ങനെയുള്ളൊക്കെ ഉണ്ട്. സാമാന്യം കളക്ഷൻസ് ഉണ്ട്. ഇടയ്ക്ക് ഞാൻ ഈ ലുലുവിലുള്ള സ്റ്റുഡിയോയിൽ പോയപ്പോഴത്തേക്കും ഒട്ടും കളക്ഷൻസ് ഇല്ലായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോയിലുള്ള ഇമേജ് എനിക്ക് ഇത്തിരി കുറഞ്ഞിരിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇവിടെ പോയപ്പോഴത്തേക്കും ആവശ്യത്തിനുള്ള കളക്ഷൻ ഉണ്ട്. ഒരുപാടുണ്ടെന്ന് പറയുന്നില്ല. പിന്നെ ഭയങ്കര കോസ്റ്റ് കുറവായിട്ടുള്ള ടോപ്സ് ഒന്നും ഒരുപാടില്ല കേട്ടോ. ഡ്രസ് ടൈപ്പിൽ കുറേ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളതുണ്ടായിരുന്നു. എങ്കിലും ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് ഒരു 799, 699, 899 അങ്ങനെയൊക്കെയാണ്. നല്ല അഫോർഡബിൾ റേഞ്ച് അങ്ങനെ പറയുന്ന രീതിയിൽ ഇല്ലായിരുന്നില്ല. ഡ്രസ്സ് ലാസ്റ്റ് ആണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിന് വാങ്ങിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ വാങ്ങിച്ചില്ല. ഞാൻ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു പോയതല്ലോ. പോയ സ്ഥിതിക്ക് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ലോങ് വീഡിയോ ആയിപ്പോയത്. എന്തോന്ന് അല്ലല്ല, സെപ്പറേറ്റ് ആണ്. അല്ല, സെറ്റായിട്ട് ഇടാൻ കണക്കിനുള്ളതാണ്. സെപ്പറേറ്റ് വാങ്ങിക്കണം. ലൈനിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടേ. നോക്ക്, ഇവിടം വരെ എന്തോ കാണുന്ന ആ ലൈനിങ് ഉണ്ട്. സാധനം ഇഷ്ടപ്പെട്ടേ. ജൂട്ടിൻ്റെ പോലെ അല്ലേ? എത്ര രൂപ? പക്ഷെ പാൻറ്റിൻ്റെ അടിയിൽ വേറെ വല്ലതും ഇടണം നമ്മൾ. കിട്ടുമോ? പക്ഷെ പാൻറ്റ് കട്ടിയില്ലടി. എനിക്കത് ഭയങ്കര മടിയാണ്. അല്ലെങ്കിൽ മറ്റേ ഇതിടുന്ന ബ്രാലറ്റ്. ഓ, കളർഫുള്ളായിട്ടുണ്ട്. നമുക്ക് കിഡ്സിൻ്റെ സെക്ഷനിൽ നീ കയറത്തില്ലേ? കൊള്ളാലോ. പക്ഷെ ഡള്ളാവുന്നതാണ് കഴുകി വരുമ്പോൾ. കളർ പോയാൽ ചീത്തയാവും. എനിക്കിഷ്ടപ്പെട്ടു. ആക്ച്വലി വീഡിയോ വലിയ ഭംഗിയൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അത് ഇടുന്നതേ ഉള്ളൂ. കാരണം ഒരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. വ്ളോഗ് എടുക്കാനായിട്ട് ഉദ്ദേശിച്ചല്ല കേട്ടോ. എനിക്ക് ബ്രാ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചതാണ്. പക്ഷേ ആ പാൻറ്റ് ഞാൻ വെച്ച് നോക്കിയതാണ് കേട്ടോ. കാരണം അവിടെ വെച്ചപ്പോഴത്തേക്ക് അത് ഇറക്കാം. എനിക്ക് വെച്ചപ്പോൾ പിന്നെ ഒട്ടും പറയണ്ട, നല്ല ഇറക്കം. സോ അങ്ങനെ വെച്ച് നോക്കിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സോ അതാണ് ഈ വ്ളോഗിലൊരു വലിയ ക്ലാരിറ്റിയും സ്റ്റഡി അല്ലാത്തത് ക്യാമറ. ഞാൻ ഇപ്പോൾ ഈ സ്ഥിതിക്ക് ഒരു ഷോട്ട് എടുക്കാമെന്ന് വെച്ചു. പക്ഷേ എടുത്തു വന്നപ്പോഴത്തേക്കും ഒത്തിരി അതുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ലോങ് വീഡിയോയ്ക്കുള്ള കോണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ലോങ് ആക്കി ഇട്ടത്. നിങ്ങൾക്ക് കണ്ണ് ഇറിറ്റേഷൻ തോന്നുന്നെങ്കിൽ കാണണ്ട കേട്ടോ, സാരമില്ല. ബ്രായ്ക്കൊരു പ്രശ്നമുണ്ട്. എൻ്റെ സൈസ് ആക്ച്വലി ഇല്ലായിരുന്നു. 32 മുതലേ ഉള്ളൂ. 30, 28 ഒന്നും അവിടെ ഇല്ല. അതുപോലെ വലിയ സൈസ് 38 വരെന്തേ ഉള്ളൂ. അതൊരു എനിക്ക് പോരായ്മയായിട്ട് തോന്നി. ഇടയ്ക്കൊരു സൈസ് മാത്രമേ ഉള്ളൂ. അതിന് മുൻപുള്ളവർക്ക് അതിന് ശേഷമുള്ളവർക്കും ഉള്ള ബ്രാ ഇവിടെ ഇല്ല. പിന്നെ ഷോർട്സ് ഞാൻ ഇവിടെ നിന്ന് മുമ്പ് വാങ്ങിച്ചിട്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. സോ ഷോർട്സ് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ വാങ്ങിച്ചോളൂ. ബ്രാ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയും. ഇവിടുത്തെ ബ്രാ നല്ല കംഫർട്ടബിൾ ആണെന്ന് ആവണി പറഞ്ഞിട്ട് ഞാൻ ട്രൈ ചെയ്യാൻ പോയത് കേട്ടോ. മീൻസ് വാങ്ങിച്ച് നോക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് സൈസ് ഇല്ലായിരുന്നു. പിന്നെ ഞാൻ സാൻഡൽസ് നോക്കി. സാൻഡൽസിൽ ഏകദേശം ഇങ്ങനെ സ്കിഡാകുന്ന ടൈപ്പാണ്. മീൻസ് ഈ ഗ്രിപ്പുള്ള ടൈപ്പല്ല. ഞാൻ ഒരു ഫണ്ണി പോലെ ഒരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റുഡിയോ എന്നുള്ള ചെരുപ്പ് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഫണ്ണി അല്ല ആക്ച്വലി, അതിങ്ങനെ സ്കിഡാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഹിന്ദിയിലൊരു റീൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഫണ്ണി അല്ല. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് ഫണ്ണി ആയിട്ട് തോന്നിയില്ല. പക്ഷെ ഒരു ഫണ്ണി ആയിട്ടാണ് ചെയ്തത്. എനിവേസ് ഇതിൻ്റെ പ്രൈസൊക്കെ നല്ല അഫോർഡബിൾ ആണ്. ചപ്പൽസ് പൊതുവെയുള്ള ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. പിന്നെ ഗ്രിപ്പുള്ള ഒന്ന് കണ്ടു, ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ട്രൈ ചെയ്തിട്ട് എനിക്ക് അത് എൻ്റെ കാലിന് ചേരുന്നതായിട്ട് തോന്നിയില്ല. ഒരു ഭംഗിക്കുറവുണ്ടായിരുന്നു ടോട്ടലി. നല്ല ഹൈറ്റായി
അയ്യോ വന്നിട്ടില്ലടി ഹൈറ്റ്. ഞാൻ നേരെ തീരാത്തേ ഉള്ളൂ നിന്റെ അഹങ്കാരം. ഞാൻ വിചാരിച്ചു ഞാൻ അവനേക്കാൾ ഹൈറ്റ് വെച്ചത് ഹീലിട്ട്. നല്ല ഹൈറ്റ് ഉണ്ടല്ലേ അത്? നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. പണ്ടുണ്ടല്ലോ ഞാൻ ഹീൽസ് മാത്രമേ ഇടുമായിരുന്നുള്ളൂ. കാരണം എനിക്ക് പൊക്കം കുറവാന്ന് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരുന്നു. ഭയങ്കര ഇൻസെക്യൂരിറ്റി കാരണം എൻ്റെ സിസ്റ്റർ ഹൈറ്റ് ഉണ്ട്, എൻ്റെ ഡാഡി ഹൈറ്റ് ഉണ്ട്, പിന്നെ മമ്മി മാത്രമാണ് ഹൈറ്റ് കുറവ് എൻ്റെ വീട്ടിൽ. അപ്പോൾ എനിക്ക് ഇവരുടെ കൂട്ടത്തിലൊക്കെ നടക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും ഹൈറ്റ് ഇല്ല എന്നൊരു ചിന്തയോട് ഞാൻ എപ്പോഴും ഹീലിടുമായിരുന്നു. അത് നമ്മുടെ മുൻപ് താമസിച്ച സ്ഥലത്ത് കല്ലും കരട്ടയൊക്കെ ഉള്ളൊരു വഴിയാണ്. അവിടെ ഞാൻ തക്കട പിക്കടാൻ പറഞ്ഞ് ഹീലിട്ട് കിടക്കുമായിരുന്നു. ഞാൻ PHMS പോയപ്പോഴത്തേക്ക് റാഗിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ ഹീലിടുന്ന നിർത്തിയായിരുന്നു. സീനിയേഴ്സ് സമ്മതിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഫ്ലാറ്റ് ഇടാൻ തുടങ്ങി. പക്ഷേ ഫ്ലാറ്റ് ഇട്ടിട്ടുള്ള ആ കംഫർട്ടബിലിറ്റി പ്ലസ് നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ട് OP തുടങ്ങുമ്പോഴത്തേക്കും നിൽക്കുമ്പോഴത്തേക്കും ഹീലിട്ടാൽ കാല് നല്ല വേദനയായിരിക്കും. അപ്പോൾ കംഫർട്ടബിളായിട്ടുള്ള ചെരുപ്പിലോട്ടും ഷൂലോട്ടൊക്കെ ഞാൻ മാറി. അപ്പോൾ അതൊക്കെ ഫ്ലാറ്റ് ആയിരിക്കും. അങ്ങനെ പോയിട്ട് പിന്നെ ഒരു ഏജ് കഴിഞ്ഞപ്പോഴും ആണെന്ന് തോന്നുന്നു എൻ്റെ ഇൻസെക്യൂരിറ്റീസൊക്കെ കംപ്ലീറ്റ്ലി മാറിയ കൂട്ടത്തിൽ ഈ എനിക്ക് ഹൈറ്റ് ഇല്ല, നിറം കുറവാണ്, ഇതൊക്കെ ആയിരുന്നു എനിക്ക് കുഞ്ഞിലെ മുതലേ ഉണ്ടായിരുന്ന കുറച്ച് ഇൻസെക്യൂരിറ്റീസ്. മെയിൻ 2 ഇൻസെക്യൂരിറ്റീസ്. ആ ഇൻസെക്യൂരിറ്റീസിന് എനിക്ക് കുറച്ചുകൂടെ ആണിയടിച്ചു തരാനുള്ള ആൾക്കാർ എൻ്റെ ലൈഫിൽ പിന്നെ വന്നപ്പോഴത്തേക്കും അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എനിക്ക് ട്രോമയൊക്കെ ഞാൻ ഹീൽ ചെയ്യുന്ന ഒരു സ്റ്റേജിൽ ഒരു ഏജ് ആയപ്പോഴത്തേക്കും പതുക്കെ അങ്ങ് പോയി. പിന്നെ കോളേജ് വെച്ച് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഈ ഫ്ലാറ്റ് ഇട്ട് കംഫർട്ടബിൾ ആയതും എന്നെ കുറേ ഹെൽപ്പ് ചെയ്തു ഈ ഹൈറ്റിൻ്റെ പേരിലുള്ള ഇൻസെക്യൂരിറ്റീസ്. ആ ഒരു കാര്യം പറയാനുണ്ട്, ആ നേരത്തെ കാണിച്ച ഇയറിംഗ് സെറ്റില്ല, അത് ക്വാളിറ്റി ഇല്ല കേട്ടോ. ആ പ്രൈസ് റേഞ്ചിന് അത് വർത്തല്ല. കാരണം നമ്മുടെ അമ്പലപ്പറമ്പിലൊക്കെ ഇട്ട് വിൽക്കുന്ന 10 രൂപയുടെ കമ്മലില്ല, അതിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷനേ ഉള്ളൂ. ആ പ്രൈസ് റേഞ്ചിന് അത് വാങ്ങിച്ചാൽ നമുക്ക് അത്രയും ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നത്തില്ല, ഒരു പെർഫെക്ഷൻ തോന്നത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ഇയറിംഗ് ആയിട്ട് പേരായിട്ട് കാണിച്ചില്ല, ഇപ്പോൾ കാണിക്കുന്നത് അത് ക്വാളിറ്റി ഉണ്ട്. ആ ഇയറിംഗ് സെറ്റായിട്ടുള്ളത് എനിക്ക് ക്വാളിറ്റി തോന്നിയില്ല. പിന്നെ ഞാൻ ഈ ബ്ലഷ് ഹൈലൈറ്ററൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഉണ്ടായിരുന്നു, സ്കിൻ ടിൻ്റ് ഉണ്ടായിരുന്നു. സ്കിൻ ടിൻ്റ് പൊതുവേ ഒരു 3 ഷെയ്ഡ് മീൻസ് എനിക്ക് പാകമാകാറുണ്ട്. പക്ഷേ 3rd ഷെയ്ഡ് നോക്കുമ്പോഴത്തേക്ക് ഹണീൻ്റെ പേര് എഴുതിയിരുന്നു. ആ ഹണീൻ്റെ പേര് വരുന്നത് എനിക്ക് കറക്റ്റ് ആകാറില്ല. അപ്പോൾ 3rd നോക്കി, പിന്നെ 2nd നോക്കി, 1st നോക്കി, എല്ലാം എനിക്ക് ഡാർക്കായിട്ട് തോന്നി. അതങ്ങനെ വരുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം ഇന്ത്യൻ ബ്രാൻഡാണല്ലോ, ഇന്ത്യൻ ബ്രാൻഡിന് എല്ലാ വെറൈറ്റി സ്കിൻ ടൈപ്പും ഏകദേശം ഉണ്ട്. നെയിൽ പോളിഷിൽ എനിക്ക് ആ ഒരു ഡാർക്ക് കളറ്, ഒരു മെറൂണിഷ് കളർ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് ആവണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ വാങ്ങിച്ചില്ല. ഇവരുടെ ലിപ് സെക്ഷൻ നല്ല ഇന്നോവേറ്റീവ് ആണ്. കാരണം ഒരുവിധം ബ്രാൻഡുകളിൽ ഇറക്കുന്ന പ്രോഡക്ട്സ് എല്ലാം ഇവർ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ലിപ് പ്ലംബ്, ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്, ക്രയോൺ, ലിപ് ടിൻറ്റ്, ലിപ്പ് ഓയിൽ, ലിപ് ഗ്ലോസ് തുടങ്ങി ഒരുവിധം ബ്രാൻഡുകളുടെ പ്രോഡക്റ്റ് അവൈലബിൾ അല്ലേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ദേശവും അവർ കവർ ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിൽ നല്ലപോലുള്ള കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റുകളൊക്കെ ഇറക്കുന്നുണ്ട് അവർ. പക്ഷേ ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത്തിരി ദുരന്തമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ പ്രൈസ് റേഞ്ചിന് ഇതൊക്കെ നമുക്ക് ധാരാളം നമ്മൾ വിചാരിച്ചോളണം. പിന്നെ ഐ മേക്കപ്പ് ഞാൻ ട്രൈ ചെയ്തില്ല. കാരണം ഇതിന് മുമ്പ് ഞാൻ കാജലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഐലൈനർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് രണ്ടും എന്ന് തോന്നിയില്ല. സോ ഞാൻ ലിപ് പ്രോഡക്ട്സ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ കളർ എനിക്ക് നല്ല ഇഷ്ടമായി, പക്ഷേ വാങ്ങിച്ചില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ കോട്ടൺ പാഡ് എനിക്ക് ലാഭമായിട്ട് തോന്നി. കാരണം ഞാൻ പൊതുവെ വാങ്ങിക്കുന്നത് 129, 139, 189 ആ പ്രൈസ് റേഞ്ചിന് 70 പാഡാണ് കിട്ടല്. സോ ഞാൻ 2 പാക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇപ്പോൾ കാണിച്ച കോട്ടൺ പാഡില്ലേ, കോട്ടൺ പാഡല്ല, ആ ടോണർ പാഡ്സ്, അത് നല്ല ട്രെൻഡാണ്. അത് പല വെറൈറ്റി ആയിട്ട് കൊറിയൻ ബ്രാൻഡ്സിൽ ആദ്യം ഇറക്കിയെന്ന് എനിക്ക് തോന്നുന്നു. ഏത് ഇറക്കിയെന്ന് അറിയത്തില്ല. ഞാൻ ട്രെൻഡായിട്ട് കണ്ടത് കൊറിയൻ ബ്രാൻഡ്സിലാണ്. ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചില്ല. പിന്നെ ആവണി ട്രൈ ചെയ്യാൻ വേണ്ടി പോയി ഡ്രസ്സുകളൊക്കെ. അപ്പോൾ എനിക്കതിൽ ആ പാൻറ്റ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് നല്ല ക്വാളിറ്റി ഉണ്ട്, എനിക്കത് ഇഷ്ടമായി. കഴുകുമ്പോൾ ചീത്തയാവും നടത്തില്ല. പാൻറ്റ് ഒലിവ് ഗ്രീൻ ഇല്ലേ, അത് 28 എടുത്തിട്ട് സൈസ് ലൂസായിരുന്നു. 26 നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൾ 28 എടുത്തു. ബെൽറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ട് എനിക്ക് ബെൽറ്റ് ഇടാൻ പൊതുവെ മടിയാണ്. ഞാൻ എടുത്തില്ല, അത് വേറെ കാര്യം. അല്ലെങ്കിൽ ഞാൻ തുണി എടുക്കാൻ ഉദ്ദേശിച്ച് പോയതല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ബ്രാ വാങ്ങിക്കാൻ പോയാണ്. പിന്നെ മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് കരഞ്ഞറിഞ്ഞാണ് വന്നത് എൻ്റെ പൈസ തീർന്നേന്നും പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവളുടെ മോക്ക് വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ച ഷോർട്സും ആ ഒരു ഉടുപ്പാണ് എടുത്തിട്ടുള്ളത്. ഈ ഷർട്ട് ബോയ്സിൻ്റെ ആണ് കേട്ടോ, കുഞ്ഞുകുട്ടിയൊക്കെ ഉള്ള. എനിക്കത് നല്ല ഇഷ്ടമായി. നമ്മുടെ വൈറ്റ് ടാങ്ക് ടോപ്പും വൈറ്റ് ജീൻസും ഒക്കെ ഇട്ടിട്ടാലും അടിപൊളിയായിരിക്കും, നല്ല ലുക്കായിരിക്കും. പിന്നെ ഈ ജെൻസിൻ്റെ സെക്ഷനിലുള്ള കുറേ ഷർട്ടിനെ എനിക്ക് കണ്ടിട്ട് ഇഷ്ടമായി കേട്ടോ. നമുക്ക് സുഖമായിട്ട് അവരുടെ സെക്ഷനിൽ നിന്ന് എടുത്ത് പെയർ ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഈ ക്രോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ടാങ്ക് ടോപ്പ് ഇട്ടിട്ട് ജീൻസൊക്കെ ഇട്ടിട്ട് ഈ ഷർട്ട്സ് ഇങ്ങനെ കോട്ട് പോലെ മീൻ ജാക്കറ്റ് ഇടുന്ന സ്റ്റൈൽ ഇട്ടാലേ നമുക്ക് ഓപ്പൺ ആക്കി ഇടാൻ പറ്റത്തില്ല. അങ്ങനെ ഇട്ടാൽ അടിപൊളിയായിരിക്കും, നല്ല ലുക്കായിരിക്കും. പിന്നെ ഓവർ സൈസ് ഷർട്ട്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഗേൾസിൻ്റെ സെക്ഷനിൽ നമ്മൾ ഷർട്ട്സ് നോക്കുമ്പോഴത്തേക്കും പൊതുവെ പ്രൈസ് കൂടുതലായിരിക്കും. പിന്നെ നല്ല അടിപൊളി വെറൈറ്റി കിട്ടത്തില്ല ഈ ബോയ്സിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നതനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക്. നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാഗ് നോക്കി, ബാഗ് എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബില്ലൊക്കെ ഇട്ട് നേരെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു. ഒരു സെൽഫി ഇരുന്നു കിട്ടി. അപ്പോൾ ടാറ്റാ.